പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇനി ഇന്ത്യയെ പാഠം പഠിപ്പിക്കാം എന്ന നിലപാടിലാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. പ്രകോപനം ഒന്നും കൂടാതെ ഇന്ത്യയെ ചൊറിഞ്ഞതും പോരാ, പിന്നാലെ ഏതൊക്കെ രീതിയിൽ തകർക്കാമോ അതിനുള്ള കോപ്പ് കൂട്ടുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. നേരത്തെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു. ഇതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ച ഘടകം. സിന്ധു നദിയിലെ ജലമടക്കം പാകിസ്ഥാന് വിട്ടു നൽകില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ എന്നാൽ ഇന്ത്യയെ വെട്ടാമെന്ന നിലപാടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. 1972 ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവെച്ച ഷിംല കരാർ നിർത്തലാക്കാനുള്ള സാധ്യത പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് വ്യക്തമായ പങ്കുണ്ടെന്ന് ഇന്ത്യയും പറയുന്നു. ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾക്ക് പകരമായി ഷിംല കരാർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും നിർത്താൻ ഒരുങ്ങുകയാണ് എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളെയും കാശ്മീരിനെ കുറിച്ചുള്ള UN പ്രമേയങ്ങളും അവഗണിക്കുന്നതും ഇന്ത്യ അവസാനിപ്പിക്കുന്നതുവരെ കരാറുകൾ നിർത്തിവെക്കുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. 1971 ഉണ്ടായ ഇന്തോ പാക് യുദ്ധത്തിൽ ഇസ്ലാമാബാദ് പരാജയപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയുടെ പിന്തുണയോടെ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു. 1972 ജൂലൈ 2 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ ഭൂട്ടോയും ഷിംല കരാറിൽ ഒപ്പുവെച്ചു. ഇരുപക്ഷവും തമ്മിലുള്ള 5 വ്യത്യസ്ത കരാറുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഹ്രസ്വ ഉടമ്പടിയാണ് ഷിംല കരാർ. പാകിസ്ഥാൻ ബംഗ്ലാദേശ് തർക്കത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്തുണച്ചതായിരുന്നു ഇന്തോ പാക് യുദ്ധത്തിന്റെ പ്രകോപനം. ഇന്ത്യ വിജയിച്ച ആ യുദ്ധത്തിന് ശേഷം ഹിമാചൽ പ്രദേശിൽ വെച്ച് ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ കാലാകാലങ്ങളായി തുടരുന്ന പല സംഘർഷങ്ങൾക്കും അവസാനം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. മൂന്നാമതൊരാളുടെ ഇടപെടലില്ലാതെ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണ് ലക്ഷ്യം. കാശ്മീരിൽ നിരന്തരം തുടരുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു അതിൽ പ്രധാനം. ജമ്മു കാശ്മീർ, ലഡാക്ക് മേഖലകളിൽ ഇന്ത്യൻ പാകിസ്ഥാൻ സൈന്യങ്ങളെ വേർതിരിക്കുന്ന അനൌദ്യോഗിക അതിർത്തിയാണ് നിയന്ത്രണ രേഖ. 1972 ഷിംല കരാറിന് ശേഷമാണ് നിയന്ത്രണ രേഖ നിലവിൽ വന്നത്. ഇരു രാജ്യങ്ങളും ഈ അതിർത്തി അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഇതൊരു നിയമപരമായ അതിർത്തിയല്ല. ഷിംല കരാർ പ്രകാരം ഉഭയകക്ഷി ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ പരസ്പരം സമ്മതമറിയിച്ച മറ്റേതെങ്കിലും സമാധാനപരമായ മാർഗങ്ങളിലൂടെയോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കാൻ തീരുമാനിച്ചതാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നത് വരെ ഇരു പക്ഷവും പ്രകോപിതരാകരുതെന്ന് കരാറിൽ വ്യക്തമാക്കുന്നുണ്ട്. 1999 കാർഗിൽ യുദ്ധം ഉൾപ്പെടെ നിരവധി പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഷിംല കരാർ ഒപ്പുവെച്ചത് 53 വർഷങ്ങൾക്ക് ശേഷവും നിയന്ത്രണ രേഖ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കരാർ നിർത്തലാക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം ശക്തമാകുന്നതോടെ യുദ്ധത്തിലേക്കുള്ള നീക്കമാണോ ഇതെന്ന് സംശയവും ബലപ്പെട്ടു വരികയാണ്.